ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഓട്ടോകാഡ് പ്ലാൻ എങ്ങനെ സ്കെച്ചപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് വരയ്ക്കുക എന്നുള്ളതിൻ്റെ തേർഡ് പാർട്ടാണ്. മുമ്പുള്ള 2 വീഡിയോൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവർ അത് പോയിട്ട് കാണാം. പിന്നെ അടുത്ത വീക്ക് മുതൽ നമ്മൾ ഓട്ടോകാഡിൻ്റെയും വീഡിയോ ഇട്ട് തുടങ്ങുകയാണ്. മൺഡേയും സാറ്റർഡേ ആയിരിക്കും നമുക്ക് ഓട്ടോകാഡിൻ്റെ വീഡിയോസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ഇതിനൊരു റൂഫ് വരയ്ക്കാം. അപ്പം അതിനു വേണ്ടിയിട്ട് ലൈൻ എടുക്കാം, എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ ട്രേസ് ചെയ്യാം, നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് ഇതിനൊരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കാം. ഇനി ഇതിനെ സെലക്ട് ചെയ്യുക, മേക്ക് ഗ്രൂപ്പ് കൊടുക്കാം. ഇനി ഈ പർഗോളുള്ള ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഞാനിവിടെ ഒരു 50 കൂടെ എക്സ്ട്രാ കൊടുക്കുകയാണ്. ഇനി നമുക്കിവിടെ സ്റ്റെപ്സ് വരയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ എടുക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇതിനെ ഇവിടുന്ന് പുള്ളി ചെയ്ത് ഈ ഒരു ഹൈറ്റിൽ വെക്കുകയാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചിട്ട് ഈ ഒരു ഭാഗം 30 പുഷ് ചെയ്യാണ്, ഈ ഒരു ഭാഗം ഒരു 15 പുഷ് ചെയ്യാണ്. എന്നിട്ട് ഈ സ്റ്റെപ്പ് സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റാം. അതുപോലെ ഇവിടെ നമുക്കൊരു പില്ലറും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഈ ഒരു റെക്റ്റാങ്കിളിനെ ഇവിടുന്ന് പുള്ള് ചെയ്ത് ഇവിടേക്കും, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഈ താഴെ വരെയും പുള്ള് ചെയ്യാം. ഇനി നമുക്ക് വിൻഡോസ് വരച്ചു നോക്കാം. ആദ്യം ഒരു സിംഗിൾ ഷട്ടർ വിൻഡോ വരയ്ക്കാം, പിന്നെ ഒരു 2 ഷട്ടറും, പിന്നെ ഒരു 3 ഷട്ടറും വരച്ചു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ സാധാരണ പോലത്തെ വിൻഡോ ആണ് വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം സിംഗിൾ ഷട്ടർ വിൻഡോ വരയ്ക്കുന്നത് നോക്കാം. അതിന് ഞാൻ റെക്റ്റാങ്കിൾ എടുക്കുകയാണ്, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഇനി ഈ ഒരു റെക്റ്റാങ്കിളിനെ നമ്മൾ ജനവാതിലിൻ്റെ കട്ടില വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 7.5 ഓഫ്സെറ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാണ്. എന്നിട്ട് ഇതിന് ഒരു 10 പുള്ള് ചെയ്യാണ്. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക, ഇതിനൊരു ഗ്രൂപ്പ് ആക്കി മാറ്റാം. ഇനി ഇതിന് ഗ്രിൽസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടേപ്പ് മെഷർ ടൂൾ എടുക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ തൽക്കാലം ഒരു 5 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 5 സെൻറ്റിമീറ്ററും കൂടി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഇവിടെയും ഒരു ഗൈഡ് ലൈൻ വരയ്ക്കുകയാണ്. എന്നിട്ട് സർക്കിൾ എടുത്ത് ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ച്, എന്നിട്ട് ഈ ഒരു സർക്കിളിനെ സെലക്ട് ചെയ്തിട്ട് മേക്ക് കോമ്പോണൻ്റ് കൊടുക്കുകയാണ്. അപ്പം എന്താണ് ഈ കോമ്പോണൻ്റ് എന്ന് അറിയില്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആൻഡ് കോമ്പോണൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കാവുന്നതാണ്. ഇനി ഈ ഒരു സർക്കിളിനെ ഞാൻ ഇവിടുന്ന് മൂവ് ടൂൾ എടുത്ത് ഇതിൻ്റെ സെൻറ്റർ പിക്ക് ചെയ്ത് ഒന്ന് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്ത് ഇവിടെ വെക്കുകയാണ്. ഇനി എനിക്കിതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് താഴേക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എത്ര കോപ്പീസാണോ വേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്ത് എക്സ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു 25 കോപ്പീസ് വേണം. 25 കൊടുത്ത് എക്സ് കൊടുത്ത് എൻ്റർ അടിക്കുകയാണ്. ഇനി ഇതിലുള്ള ഒരു സർക്കിൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് കോമ്പോണൻറ്റ്. എന്നിട്ട് പുഷ് പുൾ എടുത്ത് ഇവിടുന്ന് നേരെ ഇവിടെ വരെ പുൾ ചെയ്യാണ്. ഇത് കോമ്പോണൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കോപ്പിയിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാത്തിലും ബാധിക്കും. ഇനി ഇത് ഫുൾ സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഇവിടുന്ന് മൂവ് ചെയ്ത് ജസ്റ്റ് ഉള്ളോട്ടേക്ക് വെക്കുകയാണ്. ഇനി ഒരു റെക്റ്റാങ്കിൾ എടുത്ത് ഇതിൻ്റെ മേലെ കൂടെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇതിനെ
ഒരു 5 ഓഫ്സെറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഒരു 1 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ടേക്ക് പുഷ് ചെയ്യുക. എന്നിട്ട് പെയിൻറ് ബക്കറ്റ് ടൂൾ എടുക്കുക. ഈ മെറ്റീരിയൽസിൽ ഗ്ലാസ് എടുത്തിട്ട് ഒരു ഗ്ലാസ് ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ വുഡ് എടുത്ത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇനി ഈ ഗൈഡ് ലൈൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എഡിറ്റിൽ വരിക, ഡിലീറ്റ് ഗൈഡ്സ് കൊടുക്കുക. തൊട്ട ഇപ്പുറത്തും ഒരു സിംഗിൾ ഷട്ടർ വിൻഡോ വരുന്നുണ്ട്. അപ്പം ഈ ഒരു വിൻഡോ ഞാൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് മൂവ് എടുത്ത് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇവിടെ വെക്കാം. ഇനി നമുക്ക് 2 ഷട്ടർ വിൻഡോ നോക്കാം. അപ്പം ഈ ഒരു ഭാഗത്തൊരു 2 ഷട്ടർ വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് റെക്റ്റാങ്കിൾ എടുക്കുക, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇതിനെ ഓഫ്സെറ്റ് എടുത്തിട്ട് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഇവിടെ 7.5 കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലൊരു ലൈന് നേരെ വരയ്ക്കുക. ടേപ്പ് എടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 7.5ൻ്റെ പകുതി 3.75 ഇങ്ങോട്ടേക്കും, അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 3.75 കൊടുക്കുക. എന്നിട്ട് റെക്റ്റാങ്കിൾ എടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഇനി ഇറേസർ എടുത്തിട്ട് ഈ ലൈൻസ് ഒക്കെ അങ്ങോട്ട് ഇറേസ് ചെയ്തേക്കാം. ഇനി സെലക്ഷൻ എടുത്ത് ഈ 2 ഫേസും സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തേക്കാം. ഇതിനെ ഒരു 10 എക്സ്ട്രൂഡ് ചെയ്യാണ്. എന്നിട്ട് ഇതിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ഗ്രിൽസ് വരയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ടേപ്പ് മെഷർ ടൂൾ എടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററും എടുക്കുകയാണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 സെൻറ്റിമീറ്റർ കൂടെ എടുക്കുകയാണ്. എന്നിട്ട് സർക്കിൾ എടുത്ത് 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സർക്കിൾ വരച്ച് അതിനെ സെലക്ട് ചെയ്ത് മേക്ക് കോമ്പോണൻ്റ് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നേരെ ഇവിടെ വെക്കുകയാണ്. ഇതിൻ്റെ 25 കോപ്പീസ് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 25x എൻ്റർ. എന്നിട്ട് ഇതിലൊരു കോപ്പി ഓപ്പൺ ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട്. എന്നിട്ട് പുഷ് പുൾ എടുക്കുക, നേരെ ഇങ്ങോട്ട് പുൾ ചെയ്യുക. എന്നിട്ട് ഇത് ഫുൾ സെലക്ട് ചെയ്യുക, മൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടേക്ക് വെക്കുക. ഇനി റെക്റ്റാങ്കിൾ എടുക്കുക, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിനെ ഒരു 5 ഓഫ്സെറ്റ് ചെയ്യുക. ഈ ഒരു ഭാഗം ജസ്റ്റ് ഉള്ളോട്ടേക്ക് കൊടുക്കുക, 1 സെൻറ്റിമീറ്റർ. ഗ്ലാസ് എടുത്ത് ഇതിന് ഗ്ലാസ് അപ്ലൈ ചെയ്യുക. വുഡ് എടുത്തിട്ട് ഇതിന് വുഡ് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് ഇവിടെ നിന്നൊരു കോപ്പി എടുത്ത് നേരെ ഇവിടെ വെക്കണം. ഇനി നമുക്ക് 3 ഷട്ടർ വിൻഡോ നോക്കാം. 3 ഷട്ടർ വിൻഡോ ഈ ഒരു സിംഗിൾ ഷട്ടർ വിൻഡോ പോലെയോ അല്ലെങ്കിൽ 2 ഷട്ടർ വിൻഡോ പോലെയോ എടുത്ത് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 3 ഭാഗവും ഒരേപോലെ കിട്ടില്ല. അപ്പം അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു റെക്റ്റാങ്കിൾ എടുക്കുക. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഇതിനെ നമുക്കൊന്ന് 3.75, അതായത് 7.5ൻ്റെ പകുതി ഓഫ്സെറ്റ് ചെയ്യാം. ഇനിയും ഒന്നും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു 3.75 കൂടെ ഓഫ്സെറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സെൻറ്ററിലുള്ള ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഡിവൈഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ കുറേ ഡിവിഷൻ വരുന്നുണ്ട്. ഇത് നമ്മൾ മൗസ് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിവിഷൻ കുറഞ്ഞു വരും. റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിവിഷൻ്റെ എണ്ണം കൂടി വരും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് 3 ഷട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ 2 ഡിവിഷനാണ് വേണ്ടത്. ഇനി ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ലൈൻ എടുത്ത് ഈ ലൈനിലൂടെ ജസ്റ്റ് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മൾ ഡിവൈഡ് ചെയ്തതിൻ്റെ ഒരു സ്നാപ്പ് പോയിന്റ് കാണിച്ചു തരും. ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നതായിരിക്കും. നമ്മൾ ഇവിടെ നമുക്കൊരു ബ്ലൂ കളറിൽ കാണാൻ പറ്റും. അത് ഈ ഡിവൈഡ് ചെയ്തതിൻ്റെയും അതേപോലെ തന്നെ ആ കോർണറിലുള്ളതിൻ്റെയും സെൻറ്റർ പോയിന്റ് ആണ്. അപ്പം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വരയ്ക്കുക. എന്നിട്ട് ടേപ്പ് മെഷർ ടൂൾ എടുത്തിട്ട് ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു
3.75 കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 3.75 കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെയും ഇവിടേക്ക് ഒരു 3.75, ഇങ്ങോട്ടേക്ക് ഒരു 3.75 കൊടുക്കുക. ഇനി റെക്റ്റാങ്കിൾ എടുത്ത് ഇവിടുന്ന് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതുപോലെ ഇവിടെയും വരയ്ക്കാം. എന്നിട്ട് ഇറേസർ എടുത്ത് വേണ്ടാത്ത ലൈൻസ് ഒക്കെ കൊണ്ട് ഡിലീറ്റ് ചെയ്തേക്കാം. ഇനി നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സെയിം ആയിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഫേസ് ഒക്കെ നമുക്കൊന്നുകൂടി ഡിലീറ്റ് ചെയ്യാം. ഇനി ഇതിനെ ഒരു 10 പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് മേക്ക് ഗ്രൂപ്പ് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിന് ഗ്രിൽസ് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേപ്പ് എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 കൂടെ എടുക്കുകയാണ്. എന്നിട്ട് സർക്കിൾ എടുക്കുക. ഇവിടെ 1 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അതിനെ സെലക്ട് ചെയ്യുക. മേക്ക് കോമ്പോണൻ്റ് കൊടുക്കുക. എന്നിട്ട് മൂവ് ടൂൾ എടുത്ത് ഇതിൻ്റെ സെൻറ്റർ പിക്ക് ചെയ്തിട്ട് ഒരു കോപ്പി എടുത്ത് ഇവിടെ വെക്കുക. 25x എൻഡ്. അപ്പം 25 കോപ്പീസ് വരും. എന്നിട്ട് ഇതിലൊരു സർക്കിൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പുഷ് പുൾ എടുത്ത് നേരെ പുൾ ചെയ്യുക. ഇനി ഈ ഗൈഡ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എഡിറ്റിൽ വരിക, ഡിലീറ്റ് ഗൈഡ്സ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിനെ ഒരു 5 ഓഫ്സെറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്നുള്ളോട്ടേക്ക് പുഷ് ചെയ്യുക. മെറ്റീരിയൽ കൊടുക്കുക. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക. ഒരു കോപ്പി എടുത്തിട്ട് ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക. ഇനി ഈ വിൻഡോ ഫുൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ മൊത്തമായിട്ടൊരു ഗ്രൂപ്പ് ആക്കി വെച്ചാൽ നന്നാവും. അപ്പം അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മേക്ക് ഗ്രൂപ്പ് കൊടുക്കുക. എന്നിട്ട് മൂവ് എടുത്ത് ഉള്ളോട്ടേക്ക് വെക്കാം. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ബൈ.